സീസണിൽ ഇത്രയും നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലിപ്സ്റ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലുമല്ല. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മേക്കപ്പ് ഐറ്റം തന്നെയാണ്. സോ നമ്മൾ മേക്കപ്പ് എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് സംഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിന് എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഡാമേജ് മാത്രമാണ് സംഭവിക്കുന്നത്. ബട്ട് ലിപ് ബാം ഇമ്പോർട്ടൻ്റ് ആണോ? ലിപ് ബാം ചില സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെ പറയാം. കാരണം നമ്മുടെ ലിപ്സിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ തിൻ ആൻഡ് വളരെ സെൻസിറ്റീവ് സ്കിന്നാണ്. സോ ചിലവരുടെ ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവും, ചിലവരുടെ വളരെ പെട്ടെന്ന് ഡാമേജ് ആൻഡ് വിണ്ട് കീറുകയും ചെയ്യും. സോ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ലിറ്റിൽ ബിറ്റ് മോയ്സ്ചറൈസർ വേണം. ആ മോയ്സ്ചറൈസറാണ് നമുക്ക് ലിപ് ബാം നൽകുന്നത്. വിന്റർ സീസണിലാണെങ്കിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ബട്ട് വിന്റർ സീസണിലാണെങ്കിൽ നമ്മുടെ ലിപ്സ് ഏറ്റവും കൂടുതൽ ഡ്രൈ ആൻഡ് ഡാമേജ് ആവും. സോ നമ്മുടെ ലിപ്സിന് മോയ്സ്ചറൈസ് ചെയ്യാൻ, ഹൈഡ്രേറ്റ് ചെയ്യാൻ ആൻഡ് നല്ല ഒരു ഗ്ലോസി ലുക്ക് നൽകണമെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാം. ബട്ട് ലിപ് ബാമും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര നല്ല എഫക്റ്റീവ് ആണ്. മീൻസ് നമ്മുടെ ലിപ്സിന് എപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അതും ഒരിക്കലുമല്ല. ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി, അത് എത്ര ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് ആയാലും ശരി, കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തായാലും നമ്മുടെ ലിപ്സിൽ ഉണ്ടാവും. ഇപ്പോൾ സമ്മർ സീസണ്, ഹീറ്റ് എന്ന് പറയുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഹീറ്റ് 34 ഡിഗ്രി ആണ്. സോ ഈ സമ്മർ സീസണിൽ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മസ്റ്റായി നമ്മൾ സൺസ്ക്രീൻ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൈകൾക്ക് ആളുകൾക്ക് മൊത്തം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. ബട്ട് നിങ്ങളുടെ ലിപ്സിന് എപ്പോഴെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല? ലിപ്സിന് സൺസ്ക്രീൻ അത്യാവശ്യമാണ്. ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിന് സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ നമ്മൾ സൺ ടാൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സ്കിൻ ഡാമേജ് ആവാതെ, ടാൻ വരാതെ നമ്മൾ തടയാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ലിപ്സിന് സൺ ടാൻ സംഭവിക്കുമോ? തീർച്ചയായും സംഭവിക്കും. നമ്മുടെ ലിപ്സ് ആൻഡ് നമ്മുടെ ലിപ്സിൻ്റെ സ്കിന്നിന് നമ്മുടെ സൺറൈസ് എന്ന് പറയുന്നത്, നമ്മുടെ അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ബോഡി പാർട്ടാണ് നമ്മുടെ നോസ് ആൻഡ് നമ്മുടെ ലിപ്സ്. നമ്മുടെ ലിപ്സിന് സൺസ്ക്രീൻ മസ്റ്റാണ് എന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നോർമൽ നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ കൈകൾക്ക് അപ്ലൈ ചെയ്യുന്ന ബോഡി ലോഷൻ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ്? ഏത് സൺസ്ക്രീനാണ് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാനുള്ളത്? സോ നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടിന് ഓരോ സ്പെഷ്യൽ പ്രൊഡക്റ്റാണ്. നമ്മുടെ ഹാൻഡ്സ് നെയിൽ ക്രീംസ് വ്യത്യാസമുണ്ട്, നമ്മുടെ ബോഡി ലോഷൻ വ്യത്യാസമുണ്ട്, നമ്മുടെ ഫേസ് ക്രീം വ്യത്യാസമുണ്ട്, നമ്മുടെ ഐ ക്രീം വ്യത്യാസമുണ്ട്, നമ്മുടെ ലിപ് ബാംസ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിനുള്ള സൺസ്ക്രീനും വ്യത്യാസം തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിൽ വേഗം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് തന്നെ പറയാൻ പറ്റും. ആൻഡ് ഇത് നിങ്ങൾ ഡോക്ടർ റിക്കമെൻഡ് ചെയ്യുന്ന ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റും കൂടിയായിട്ടാണിത്. ഇത് NMFE ലിപ് കെയർ ന്യൂ ഫോർമുലേഷൻ SPF 40+ അടങ്ങിയിട്ടുള്ള നമ്മുടെ ലിപ്സിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ലിപ് കെയർ പ്രൊഡക്റ്റ് ആണ്. സോ ഇതിൽ അലോവേര ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കീപ് ദി ലിപ് സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് മോയ്സ്ചറൈസർ. നൗ വിത്ത് SPF 40+ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ലിപ് ബാം ആണ്. സോ ഇതെൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് ആണ്. നമുക്കിത് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. സോ ഇതുപോലെ പാക്കേജിംഗ് ആണ്. ആൻഡ് വളരെ ചെറിയ പ്രൈസ് ആൻഡ് വളരെ എഫക്റ്റീവ് റിസൾട്ട്സ് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഇത് 10 ഗ്രാം പ്രൊഡക്റ്റിന് 160 റുപ്പീസാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആൻഡ് നമുക്ക് ഇത് പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കാറ്റലോഗ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ബ്രാൻഡിൻ്റെ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാറ്റലോഗ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ സെക്കൻഡ് ട്യൂബാണ്. ഫസ്റ്റ് ട്യൂബ് ഓൾമോസ്റ്റ് കഴിയാറായി. സോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അതിൻ്റെ ഗുഡ് റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ സെക്കൻഡ് പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്തിരിക്കും. സോ അങ്ങനെ റീപർച്ചേസ് ചെയ്ത കുറേ പ്രൊഡക്ട്സിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇത് ഫസ്റ്റ് വൺ ഓൾമോസ്റ്റ് കഴിയാറായി. 10 ഗ്രാം പ്രൊഡക്റ്റ് മാത്രമുള്ളൂ. സോ ഇത് സെക്കൻഡ് വൺ, ന്യൂ വൺ, ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫാർമസി പ്രൊഡക്റ്റാണിത്. NMFE ലിപ് കെയർ പ്രൊഡക്റ്റ്. സോ SPF 40+ അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാം ആണിത്.
ഗേൾസിന് ബോയ്സിന് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ. ഇതിൽ അലോവേര ആൻഡ് വൈറ്റമിൻ ഇ എന്ന് പറയുന്ന നല്ല ബെസ്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ലിപ്സ് സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിൽ വൈറ്റമിൻ ഇ അസിറ്റേറ്റ്, ഇത് നമ്മുടെ സ്കിൻ യു വി റേസിൽ നിന്ന് ഫസ്റ്റ് ഡാമേജ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ ഹെൽത്തി സെൽസ് റീജനറേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻസിൻ്റെ എഫക്റ്റ് പ്രൊമോട്ട് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ട്യൂബ്. ഇങ്ങനെ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതേ ഷേപ്പിലാണ് വരുന്നത്. ബട്ട് നമ്മുടെ ലിപ് കെയർ പ്രോഡക്ട്സ്, നമ്മുടെ ലിപ് ബാംസ്, ലിപ്സ്റ്റിക്സ് ഒരിക്കലും ഫാമിലി ആൻഡ് ഫ്രണ്ട്സായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യരുത്. ആൻഡ് ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറാണ്, അതുകൊണ്ട് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യുക. ജെല്ലി ടൈപ്പാണ്, ബട്ട് ഇത് അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല. നമ്മുടെ ലിപ്സിൽ ലോങ് ടൈം ഇതിൻ്റെ മോയ്സ്ചറൈസർ നമുക്ക് കാണാൻ കഴിയും, ഒരു ഗ്ലോസി ടൈപ്പ്. ആൻഡ് ഈ പാക്കേജിങ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ലിപ് ബാം അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ലിപ്സിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ്, റാഷസ് നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ വേഗം നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. സോ അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാവൂ. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമ്മളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ലിപ്സിൽ ഒരു പ്രൊഡക്ട്സും അതിന് മുമ്പ് യൂസ് ചെയ്യരുത്. നമ്മുടെ ന്യൂഡായിട്ടുള്ള ലിപ്സിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. നമ്മൾ ചെറുതായി ട്യൂബിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ജെല്ല് പുറത്തോട്ടേക്ക് വരും. ജെല്ല് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ട്യൂബ് ഒരിക്കലും പ്രസ് ചെയ്യരുത്. ജസ്റ്റ് നമ്മുടെ ജെല്ലിൻ്റെ ഈ ട്യൂബിൻ്റെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്ത് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി, റബ് ചെയ്യുന്ന ഒരു ചെറിയൊരു മോഷനിൽ. അതിനുശേഷം നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് നമുക്ക് റൗണ്ട് മോഷനിൽ ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് അപ്ലൈ ചെയ്ത് പുറത്തൊക്കെ പോയതിന് ശേഷം നമ്മുടെ ലിപ്സിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും പോയാലും ശരി, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 hours ശേഷം അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈ ടിഷ്യൂ യൂസ് ചെയ്ത് നമ്മുടെ ലിപ്സ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 2 മെയിൻ കാര്യങ്ങൾ, ഒന്ന് അലോവേര ആൻഡ് സെക്കൻഡ് വൈറ്റമിൻ ഇ. ഈ 2 പ്രൊഡക്ട്സ് നമ്മുടെ ബ്യൂട്ടി കാര്യത്തിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. സ്കിൻ കെയർ ആയാലും ഫേസ് കെയർ ആയാലും ഹെയർ കെയർ ആയാലും നെയിൽ കെയർ ആയാലും ഈ 2 പ്രൊഡക്ട്സ് എന്തായാലും ഉണ്ടാവും. വൈറ്റമിൻ സി ഉണ്ടാവും, അലോവേര ഉണ്ടാവും, ആൻഡ് വൈറ്റമിൻ ഇ ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള എല്ലാ ബ്യൂട്ടി ബ്രാൻഡ്സിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഫസ്റ്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അലോവേര ആൻഡ് വൈറ്റമിൻ ഇ നമ്മുടെ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലിപ്സിൽ ഓയിൽ ഗ്ലാൻസ് ഒന്നുമില്ല, സോ അത് സ്വയം വേർക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത് വേഗം ഡ്രൈ ആവുന്നത്. അത് മോയ്സ്ചറൈസ് ചെയ്ത് എപ്പോഴും ഒരേപോലെ കീപ്പ് ചെയ്യാൻ, മീൻസ് ഡാമേജ് ആവാതെ കീപ്പ് ചെയ്യാൻ നമുക്ക് ഇതിൽ അലോവേര ആൻഡ് വൈറ്റമിൻ ഇ, അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലിപ്സിൻ്റെ കളർ സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. സോ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ ആണ് നമ്മുടെ ലിപ്സിൻ്റെ കളർ ഇൻക്രീസ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ മെലാനിൻ കൂടുതലെങ്കിൽ നമ്മുടെ ലിപ്സ് നല്ല ലൈറ്റർ ഷെയ്ഡായിരിക്കും. നമ്മുടെ സ്കിന്നിൽ മെലാനിൻ കുറവെങ്കിൽ നമ്മുടെ ലിപ്സ് കുറച്ച് ഡാർക്കർ ഷെയ്ഡായിരിക്കും. ലിപ്സ് കൂടുതൽ ഡ്രൈ ആവാതെ ഡാമേജ് ആവാതെ ഈ യു വി റേസ് പ്രൊട്ടക്ഷൻ ആണ് മെലാനിൻ കാരണം നമ്മുടെ ലിപ്സ് കൂടുതൽ ബ്ലാക്ക് ഷെയ്ഡ് ആവാതെ തടയണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മസ്റ്റായി വെയിലത്ത് പോകുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരിക്കണം. സെയിം ലൈക്ക് നോർമൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് പോലെ ബിഫോർ 20 minutes എങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിരിക്കണം. സോ ഇത് നമ്മുടെ ക്യാരി ബാഗിൽ വളരെ ഈസിയായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഡെയിലി 4 times എങ്കിലും ഇത് അപ്ലൈ ചെയ്യുക വളരെ ഈസി തന്നെയാണ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ ലിപ്സിലെ പ്രൊഡക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നോർമൽ ഫേഷ്യൽ ടിഷ്യൂ, മീൻസ് ഡ്രൈ ഫേഷ്യൽ ടിഷ്യൂ യൂസ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്താൽ മതി. ലിപ്സ് അക്കർ ഷെയ്ഡെങ്കിൽ നമ്മളിത് നല്ല റോസ് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് നൽകി കൂടുതൽ നമ്മളത് എല്ലാം ഹൈഡ് ചെയ്ത് നമ്മൾ ലിപ്സിന് കളർ ഇൻക്രീസ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ നാച്ചുറലായി ആദ്യം നമ്മൾ പരമാവധി നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ മസ്റ്റായി ഫോളോ ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു മേക്കപ്പിൻ്റെ ടച്ചപ്പ് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പും കൊണ്ട് മാത്രമാണ് നമ്മുടെ ഫുൾ ടൈം സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ കഴിയില്ല. സ്കിൻ കെയർ റുട്ടീനല്ല, മീൻസ് നല്ല ബ്യൂട്ടി ലുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. പരമാവധി നമ്മുടെ ലിപ്സിലായാലും നമ്മുടെ സ്കിന്നിലായാലും സ്കിൻ കെയർ റുട്ടീൻ ആദ്യം ഫോളോ ചെയ്യണം. എല്ലാവർക്കും ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ എന്തായാലും കഴിയില്ല. നമ്മളിൽ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിൽ ജസ്റ്റ് ഒരു 10% അല്ലെങ്കിൽ ഒരു 5% ആളുകൾ മാത്രമായിരിക്കും കറക്റ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നത്. മോർണിംഗ്
ഡേ ടൈം സ്കിൻ കെയർ റൂട്ടീൻ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ആൻഡ് നൈറ്റ് അതേപോലെ തന്നെ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ സി നൈറ്റ് ക്രീം, സ്കിൻ റിപ്പയറിംഗ് ക്രീം അങ്ങനെ ഫോളോ ചെയ്യുന്നവർ വളരെ കുറച്ച് മാത്രമായിരിക്കും. സോ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്കിൻ അതുപോലെ വേണം എന്ന് വിചാരിച്ച് ഒരു പ്രൊഡക്റ്റും നിങ്ങൾ വാങ്ങരുത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റായി ഫോളോ ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്ട്സ് വാങ്ങാവൂ. സോ ഇതൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ല, ഫാർമസി പ്രൊഡക്റ്റാണ്. വളരെ ഈസിയായി നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെർമറ്റോളജി കൺസൾട്ടിങ് ചെയ്ത ശേഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ നൽകുന്ന ഈ പ്രൊഡക്റ്റ് വെയിലത്ത് പോകുന്നതിന് 20 മിനിറ്റ്സ് മുമ്പ് അപ്ലൈ ചെയ്യുക. ബട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ആൻഡ് ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം യൂസ് ചെയ്താലും ആ പ്രൊഡക്റ്റ് നമ്മുടെ ലിപ്സിൽ നിൽക്കില്ല. കാരണം ഇത് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ഉണ്ടാവും, വാട്ടറി ടൈപ്പ് ആയിരിക്കും, ഗ്ലോസി ടൈപ്പ് ആയിരിക്കും. സോ അതിന് മുകളിൽ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും അത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യില്ല. ഒന്നാമത്തെ നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലിപ്സിൽ അതൊന്നും പിടിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മുടെ ലിപ്സിലെ ബ്ലാക്ക് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റിനേക്കാം. ബട്ട് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ മസ്റ്റായി ഫോളോ ചെയ്തിരിക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.